ഹലോ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ചെറിയൊരു നൈറ്റ് വ്ളോഗ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് എൻ്റെ സ്കെച്ച് ബുക്കൊക്കെ കഴിഞ്ഞതുകൊണ്ട്, സ്കെച്ച് ബുക്കിൽ പേപ്പേഴ്സൊക്കെ കഴിഞ്ഞതുകൊണ്ട് വേറൊരു വലിയ ഡ്രോയിങ് ഷീറ്റ് എടുത്തുകൊണ്ടാണ് ഡ്രോയിങ് ചെയ്യാൻ വിചാരിച്ചത്. ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നൊരു ഡ്രോയിങ്ങിൻ്റെ ഷീറ്റായിരുന്നു. കുറേ ഷീറ്റസ് ഉണ്ടായിരുന്നു, കുറേ ഞാൻ യൂസ് ചെയ്ത്. അങ്ങനെ ഇപ്പം ഞാൻ യൂസ് ചെയ്യാറേ ഇല്ലായിരുന്നു. അപ്പോൾ സ്കെച്ച് ബുക്കൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇപ്പം അതൊക്കെ പൊടി എടുത്ത് തട്ടി കൊണ്ടുവന്നതാണ്. പിന്നെ എൻ്റെ ഡെസ്ക് കണ്ടോ, ഡെസ്കൊക്കെ ഫുള്ള് ഇങ്ങനെ ആയിക്കെടുക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഇനി സ്കെച്ചിങ് തുടങ്ങാൻ. ഇത് ഇന്നലെ ഞാൻ ഷോട്ടിട്ട സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. ആദ്യം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും, ഇപ്പം എൻ്റെ ഡെസ്ക് വീഡിയോസ് ഒക്കെ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇപ്പം എൻ്റെ പുതിയ ഡെസ്ക്. ഇവിടെയാണ് ഞാൻ എൻ്റെ എല്ലാ കളേഴ്സൊക്കെ വെക്കൽ. ഇപ്പോൾ എനിക്ക് കുട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഓരോ ടൈമിൽ എപ്പോഴും എനിക്ക് വരയ്ക്കാൻ പറ്റാത്തൊരു ടൈമാണ്. അപ്പോൾ നൈറ്റാണ് ഞാൻ എൻ്റെ എല്ലാ ഡ്രോയിങ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാറ്. അപ്പം ഇങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് ഇങ്ങനെ വെളിച്ചവും ഇതൊക്കെ നോക്കിയാണ്ട് ഞാൻ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുത്തതാണ്. കാരണം എന്നും നേരം വെളുക്കട്ടെ, നേരം വെളുത്തിട്ട് ചെയ്യുക, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്നാൽ ഡ്രോയിങ്ങും കാര്യങ്ങളും വീഡിയോ എഡിറ്റിങ്ങും ഒന്നും കഴിയൂല. അപ്പം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതാണ് ഈ കളറ് ഞാൻ കുറേ കാലമായി യൂസ് ചെയ്തിട്ട്. ഈ വാട്ടർ കളറാണ് ഞാൻ കുറേ ഡ്രോയിങ്ങിന് യൂസ് ചെയ്തിരുന്നത്. ഇപ്പം ഇത് തീരെ യൂസ് ചെയ്യാതായി. ഇതിൻ്റെ അവസ്ഥ ഇപ്പം പരിതാപകരമാണ്. അപ്പം ഈ ബ്രഷ് വെച്ചുകൊണ്ടാണ് ഞാൻ എന്നും കളർ ചെയ്തിരുന്നത്. ഇതിൽ വാട്ടറാക്കിക്കാണ്ട് യൂസ് ചെയ്യലായിരുന്നു. ഇനിയിപ്പം ഇന്ന് എന്തോ ഒരിതിന് തോന്നിയതാണ് വാട്ടർ കളർ യൂസ് ചെയ്യാമെന്ന്. അങ്ങനെ ഇതിൽ വാട്ടറൊക്കെ ആക്കിക്കാണ്ട് ജസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ഡ്രോയിങ് വലിയൊരു ഡ്രോയിങ്ങാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദിവസം കൊണ്ടൊന്നും ഈ ഡ്രോയിങ് തീരൂല എന്നല്ല ഉറപ്പാണ്. പക്ഷെ എന്നാലും ഞാൻ വ്ളോഗ് ഇടും. കാരണം വ്ളോഗിന് ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്തത് മാത്രം പോരെ, 2 ദിവസം എടുത്ത് ചെയ്ത ഡ്രോയിങ് ഫുള്ള് ഇടേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. കുറേ കാലത്തിന് ശേഷം വാട്ടർ കളർ യൂസ് ആക്കിയതുകൊണ്ടാണെന്ന് അറിയില്ല, ഒരു ക്ലച്ച് വിട്ടുപോയ പോലെ. പിന്നെയാണെന്നുണ്ടെങ്കിൽ യെല്ലോ കളർ നല്ലോണം കൂടി ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് സെറ്റാക്കാൻ തീരെ കഴിയാത്തൊരവസ്ഥയായി. അപ്പം ഞാൻ വൈറ്റ് ആക്രിലിക് കളറ് യൂസ് ചെയ്ത് കണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ഇങ്ങനെ മായ്ച്ചെടുക്കുകയാണ്. കാരണം എനിക്ക് സെറ്റാക്കിയിട്ടൊരു സെറ്റാവാത്ത പോലെ ഒരു ഇത് കിട്ടണില്ല. അപ്പോൾ ഇനി നന്നാവുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെയുള്ളൊരു പ്രതീക്ഷ കണ്ണ്, മൂക്ക്, ചുണ്ട് ഒക്കെ ഒന്നിങ്ങനെ സെറ്റാക്കി എടുക്കുമ്പോൾ ഇതൊന്ന് റെഡിയായി കിട്ടുമെന്നുള്ളതാണ്. ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഞാൻ വലിയ പ്രൊഫഷണലൊന്നും അല്ലാത്തതുകൊണ്ട് കുറച്ച് പണിയെടുത്തിട്ടാണ് ഞാനിതൊന്ന് സെറ്റാക്കി എടുക്കാൻ. ഇപ്പം തന്നെ എൻ്റെ ബേബി ഉണർന്ന്. എന്നോട് കുറേ ആൾക്കാർ ഞാൻ വീഡിയോസിലൊക്കെ എൻ്റെ ബേബീൻ്റെ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഇത് ആരെ കുട്ടിയാണെന്നൊക്കെ ചോദിച്ചു. ഇതിൻ്റെ കുട്ടി തന്നെയാണ്. അപ്പം വേറെ ആരോ കുട്ടിയൊന്നുമല്ല, ഇതിൻ്റെ കുട്ടിയാണ്. എന്നും ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇവനും കൂടി മാനേജ് ചെയ്ത് കണ്ടാണ് എന്നും ഡ്രോയിങ് ചെയ്യാറ്. അതേപോലെ ഷോർട്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകും. പെട്ടെന്ന് ചെയ്ത് കണ്ട് ചെറിയ വീഡിയോ അല്ലേ, അപ്പോൾ ചെറിയ എന്തെങ്കിലും വരച്ച് കണ്ട് അങ്ങനെ പെട്ടെന്ന് തീർക്കലാണ് എന്നും ചെയ്യൽ. കാരണം കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോഴത്തേന് ഇവന് ഉണരെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ പിന്നെ നീച്ചുകാണ്ട് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് ഇതിന് വരുമ്പോൾ ഒരു ക്ലച്ച് കിട്ടാത്ത പോലെയാണ്. പിന്നെ ചടക്കും ചില നേരത്തൊക്കെ. അപ്പോൾ ഓനൊക്കെ ഒന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനൊരു കോഫി കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ജസ്റ്റ് ഒരു കോഫി ഉണ്ടാക്കാൻ പോവുക. എൻ്റെ നൈറ്റിലെ ഫുഡ് കഴിക്കലൊക്കെ കുറച്ച് മുന്നേ തന്നെ തീർന്നതാട്ടോ. ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഉള്ളത്. എല്ലാവരും വിചാരിക്കും നൈറ്റ് വ്ളോഗാണ്, എന്നിട്ട് എന്താണ് ഫുഡ് കഴിക്കണതൊന്നും ഇല്ലേന്നൊക്കെ. പക്ഷേ ഫുഡ് കഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാട്ടോ ഞാൻ ഡ്രോയിങ് തുടങ്ങാറുള്ളത്. അപ്പോൾ കോഫി കുടിച്ചുകൊണ്ട് ഒരു ഫുൾ ഡ്രോയിങ് ഫുള്ളാക്കാമെന്ന് കരുതി. പക്ഷേ ഇത് ഇന്നത്തോടൊന്നും കൂടുതലൊന്നും തീരാനൊന്നും പോണില്ല. അതുകൊണ്ട് ഞാൻ അത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഞാൻ നിർത്തി വെച്ച് ഇനി ഉറങ്ങാൻ പോവാണ്. സമയം ഇപ്പം തന്നെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇനി കുറച്ച് ഹൈലൈറ്റിംഗ് ഒക്കെ തീർത്ത് ഞാൻ നിർത്തി വെക്കുകയാണ്. ഓക്കെ, ബായ്.